എല്ലാവരും ചിരിക്കുന്ന മുഖമാണ് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും. അതെല്ലാവർക്കും അറിയാമല്ലോ. ചിരിക്കാത്ത മുഖം ആരും ഇഷ്ടപ്പെടുന്നില്ല. ചിരിക്കാത്ത വ്യക്തികളാണെങ്കിൽ പോലും ചിരിക്കുന്ന ഒരു മുഖത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പുഞ്ചിരിക്കാൻ അറിയാത്തവൻ സെയിൽസ്മാൻ ആവരുത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരു ചൈനീസ് പഴമൊഴിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ഥാപനത്തിലേക്ക്, അത് ഏത് തരത്തിലുള്ള ഒരു സ്ഥാപനവും ആയിക്കോട്ടെ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ഒരു ക്യാഷിലിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിലുള്ള ജീവനക്കാരോ എല്ലാം അവരുടെ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഈ വാതിലിലേക്കായിരിക്കണം. ഒരു കസ്റ്റമർ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ കസ്റ്റമർ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും, ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ എന്തോ ഒരു ഔദാര്യം പറ്റാൻ ചെല്ലുന്നത് പോലെ അവിടെ കുറേ ഒരു കസ്റ്റമർ വേറെ ഉണ്ടെങ്കിൽ അവർ ആ ജീവനക്കാർ നമ്മളെ മൈൻഡ് ചെയ്തതേ ഇല്ല, നമ്മൾ ശ്രദ്ധിക്കത്തതേ ഇല്ല. നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ കുറേ സമയം നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഞാൻ കാശ് ഇതിനിവിടെ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങാൻ വന്നത്, ഇവന് എന്തോ ഒരു മറ്റേ ഔദാര്യം പറ്റാൻ ചെല്ലുന്നത് പോലെയാണ് ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ ആ സ്ഥാപനത്തിൽ കയറില്ല. നേരെ മറിച്ച് ഒരു കസ്റ്റമർ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ സ്ഥാപന ഉടമയായാലും അതിൽ ജീവനക്കാരായാലും, ജീവനക്കാരാണെങ്കിൽ ഇവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുക. അതല്ല എങ്കിൽ നമ്മളൊരു സെയിൽസ്മാൻ ആണ് ഒരു സ്ഥാപനത്തിൽ എങ്കിൽ നമ്മൾ സ്വയം അത് മനസ്സിലാക്കുക. ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നോക്കിയിട്ട് എന്താ വേണ്ടത് എന്നൊന്നൊരു ചിരിയോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ അവരോട് പറയുന്നത് എന്താണ് വേണ്ടതെന്ന് അവരോട് ചോദിക്കുന്നു. നമ്മൾ മറ്റൊരു ജോലിയിൽ അല്ലെങ്കിൽ മറ്റൊരു കസ്റ്റമറിന് സാധനം എടുത്തു കൊടുക്കുന്ന ഒരു തിരക്കിലായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഒരു വാക്ക് അവരോട് നമുക്ക് സംസാരിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇതൊന്ന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ കസ്റ്റമർ സന്തോഷത്തിലാവും, പ്രശ്നമില്ല, അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടറിൽ, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത് അതിൻ്റെ സ്ഥാപന ഉടമയാണോ അല്ലെങ്കിൽ ജീവനക്കാരനാണോ ആരോ ആയിക്കോട്ടെ, പൈസ തരാൻ വേണ്ടി ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്യാഷ് കൗണ്ടറിലേക്ക് എത്തുമ്പോൾ പൈസ വാങ്ങുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ ഒരു പുഞ്ചിരി കൊടുക്കുക. ഒരു നഷ്ടവുമില്ല. നമുക്കൊരു ചെറിയൊരു പുഞ്ചിരി ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ ഒരു നഷ്ടവുമില്ല. പല സ്ഥാപനങ്ങളിലും ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതാണ്. ക്യാഷ് കൊടുക്കുമ്പോൾ പോലും അവരുടെ മുഖഭാവം നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. അവർക്ക് ആ സമയത്ത് പോലും നമ്മുടെ മുഖത്തൊന്ന് നോക്കാനോ ഒരു പുഞ്ചിരി നൽകാനോ, അതല്ലെങ്കിൽ ഒരു ബാലൻസ് നമുക്ക് തരുമ്പോൾ ഒന്ന് തന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച്, കസ്റ്റമറിൽ എപ്പോഴും അതൊരു സംതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും ആ ബാലൻസ് തന്നാൽ അവർ മുഖത്ത് പോലും നോക്കാറില്ല. എല്ലാവരെയും അല്ല ഈ പറയുന്നത്. സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കറിയാവുന്ന ജീവനക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കുന്ന ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഈ വിവരങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഒരു കസ്റ്റമർ വന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എത്ര തിരക്കിൽ നിന്ന് കഴിഞ്ഞാലും ആ കസ്റ്റമറെ ഒന്ന് ഗൗനിക്കുക. കാരണം ഇന്ന് നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അടുത്തത് ഇതേപോലൊരു സ്ഥാപനം ഏത് നിമിഷവും അടുത്ത സ്ഥലത്ത് വരാം. കൂടുതലും കസ്റ്റമർക്ക് ധാരാളം ചോയ്സ് ആയി. ഇപ്പോഴേ ആ പുതിയ സ്ഥാപനങ്ങളിൽ ചെന്നപ്പോൾ പുതിയ ജനറേഷനാണ് അവിടെ ഇരിക്കുന്നത്, പുതിയ ആളുകളാണ് അവിടെ ഉള്ളത്. അവർക്ക് ഈ മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ അറിയാവുന്നവരാണ്, ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കിട്ടിയിട്ടുള്ള ആളുകളാണ് പുതിയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നത്. ഒരു കസ്റ്റമർ വന്ന് അധിക നേരം മെനക്കെടാതെ, അവർ ബുദ്ധിമുട്ടിക്കാതെ, ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വേണമെങ്കിലും നമുക്കൊരു കസ്റ്റമറെ അവിടെ നിർത്താം. പക്ഷേ അതൊരു സമീപനമാണ്. ആ വരുന്ന ഒരു കസ്റ്റമറോട് നമ്മൾ കണ്ടില്ല എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് ഈ കാലത്തിന് വരില്ല. അതാണ് ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സ്ഥാപനം ചെയ്യുന്നതല്ലേ, ഈ കസ്റ്റമറെ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അമിതമായ ഭവ്യത. ചില ഹോട്ടലുകളിലും ചില സ്ഥാപനങ്ങളിലും ചില തുണിക്കടകളിലും ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട്. ചില സ്വർണ്ണക്കടകളിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഏറ്റവും ഫ്രണ്ടിൽ ഒരാൾ തൊഴുത് വളരെ ഭവ്യതയോടുകൂടി വിളിച്ചോട്ട് പോകുന്നത് ഒക്കെ ശരിയാണ്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് ഓവറായ ഒരു ഭവ്യതയായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അമിത ഭവ്യത അത് കപടതയുടെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. അപ്പം ഈ വരുന്ന കസ്റ്റമർ പല മനോഭാവത്തിലുള്ളവരും നമ്മളെക്കാൾ വലിയ അറിവുള്ളവരുമായിരിക്കും. അപ്പോൾ അവരോടൊരു ഭവ്യതയോ സ്നേഹമോ കാണിക്കുമ്പോൾ അതൊരു ഓവർ ആക്ടിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടെ തന്നെ അത് കസ്റ്റമറിന് ഒരു ഇറിറ്റേഷൻ ആവാതെ, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇരിക്കാനും നമ്മൾ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെല്ലുമ്പം പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതിലെ ജീവനക്കാരോട് ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഷെൽഫിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ പുറകെ ഒരു ജീവനക്കാരിയും കൂടി അവർ വരും. അവർക്ക് അതിൻ്റെ മുതലാളി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ് കസ്റ്റമർ വന്നാൽ അവരുടെ കൂടെ അവിടെ ചെന്ന് നിൽക്കണമെന്നൊക്കെ ഉള്ളത്. അത് ഈ കാലഘട്ടത്തിൽ അതാവശ്യമില്ല.
അതായത് കുറച്ച് ദൂരം ഒരു കസ്റ്റമറിന്റെ ആവശ്യം അല്ലെങ്കിൽ അവർക്കൊരു സഹായം വേണമെങ്കിൽ ഏത് നിമിഷം ആ സഹായത്തിന് ഒരു വിളിക്ക് കാത്തു നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ എന്താണ് ഈ പ്രൊഡക്റ്റ് എടുക്കുന്നതെന്ന് നോക്കി നിൽക്കുന്ന ഒരു ജീവനക്കാർ നമ്മുടെ സ്ഥാപനത്തിനുണ്ടെങ്കിൽ ആ വരുന്ന കസ്റ്റമറിന് ഒരു പ്രൈവസി നഷ്ടപ്പെട്ടു പോവുകയാണത്. കാരണം ഇവർ മറ്റൊരു സ്ഥാപനത്തിൽ പോവാതെ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കോ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നിന്ന് കമ്പയർ ചെയ്ത് മറ്റു പ്രൊഡക്റ്റുകൾ എടുത്തു അത് നോക്കി അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ വരുന്നത്. ഇത് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുമുണ്ട്. സ്ഥാപനങ്ങളൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇതുപോലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ്സിൽ അതിഭയങ്കരമായ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു പരാതിയുമായിട്ടൊരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നാൽ ആ പരാതി എത്രയും പെട്ടെന്ന് പരിഹരിച്ചു വിടുക എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഏതാ വലിയൊരു കുഴപ്പം ഉണ്ടാക്കാൻ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വന്നതാണ് എന്നുള്ള ഒരു ധാരണയിൽ ഒരിക്കലും നമ്മൾ ആ കസ്റ്റമറോട് പെരുമാറരുത്. കാരണം നമ്മുടെ കസ്റ്റമർ പല സ്വഭാവത്തിലുള്ള ആളുകളാണ്. അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ രീതികൾ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, ഇങ്ങനെയൊക്കെ പല സ്ഥാപനങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കസ്റ്റമറോട് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് ഒരു കസ്റ്റമറോട് നമ്മൾ പറയുമ്പോൾ അത് ഒരു 10,000 കസ്റ്റമറോട് പറയുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അതിന് പ്രധാന കാരണം ഈ കസ്റ്റമർ പലരോടും ഇത് സംസാരിക്കും ഈ വിഷയത്തെക്കുറിച്ച്. നേരെ മറിച്ച് നമ്മളെക്കുറിച്ചൊരു നല്ല ഒരു കാര്യമാണ് ഒരു കസ്റ്റമർ വെളിയിൽ ചെന്ന് അവിടെ ചെന്നാൽ കൊള്ളാം, അവർ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ അവർ സെലക്ട് ചെയ്ത് തരുന്നുണ്ട്, അവർ നല്ല അഭിപ്രായം നമ്മളോട് തന്നെ പറയുന്നുണ്ട്, നല്ല പെരുമാറ്റമാണ്, ചിരിക്കുന്ന മുഖമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റമറിന് നല്ല കെയർ കൊടുക്കുക, അമിത ഭവ്യതയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു പരാതിയുമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് വന്നാൽ അത് വേണ്ടപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് ആ പരാതി പരിഹരിച്ച് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്ന ഒരു കസ്റ്റമറിനോട്, ഒരു ജീവനക്കാരനാണ് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നതെങ്കിൽ സ്ഥാപന ഉടമ ഈ ജീവനക്കാരനെ ദിവസവും മോട്ടിവേറ്റ് ചെയ്യണം. ദിവസവും ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. രാവിലെ ക്യാഷിലിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്. വരുന്ന കസ്റ്റമറോട് ക്യാഷ് വാങ്ങുമ്പോഴും ബാലൻസ് കൊടുക്കുമ്പോഴും ഒന്ന് തല ഉയർത്തി നോക്കി ഒന്ന് ചിരിക്കുക അവരോട്. ഒരു ചിരി നമുക്ക് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ഒരു ചിരിയിൽ, ഒരു പുഞ്ചിരിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും.